എല്ലാത്തിനും നല്ല ഫ്രഷായ സാധനമാണ് കൊണ്ടുവരുന്നത്. ഇത് കുടുംബശ്രീയുടെ ഉൽപ്പന്നമായതുകൊണ്ട് യാതൊരു കാരണവശാലും ഉണ്ടാക്കുന്നതല്ല. ഇത് അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത്. അതുപോലെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ആണെങ്കിൽ സ്വന്തമായിട്ട് അവർ കഴുകി ഉണക്കി അത് സർക്കാരിന് അത് കാരണം ഒരാൾക്കൊരു ഇത് പറ്റി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്റ്റാൾ കിട്ടത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ തരും എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് സ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് സ്റ്റാൾ കിട്ടത്തില്ല. അതിനകത്ത് മായം നമ്മുടെ സർക്കാർ ഇത് ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ. ഇത് നമ്മൾ അളവ് കൊടുക്കണം, ഇതിൻ്റെ ക്വാളിറ്റി കൊടുക്കണം. ഇതെല്ലാം കൊണ്ട് സർക്കാർ തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇതിനകത്ത് നമുക്ക് ഇതുപോലെ എല്ലാ സ്റ്റാളുകളിലും പോകാറുണ്ടല്ലേ? ഒരുപാട് ഇവിടെ തിരുവനന്തപുരത്തുണ്ടായിരുന്നോ? എനിക്ക് ഇവിടെ കിട്ടിയുള്ളൂ. കേരളത്തില് പത്തനംതിട്ട ജില്ലയിലെ എനിക്ക് മാത്രമേ കിട്ടുള്ളൂ. നിർത്തോട്ടെ. ദേശീയ സരസ്മേള തുടരുന്നു. ഇതെല്ലാം ഈ തടി, ഈറ തുടങ്ങിയ സാധനങ്ങളുണ്ട്. പഴയ തവിയാണ്. ഇന്നത്തെ കാലത്ത് തവികളൊന്നും ആരും ഉപയോഗിക്കുന്നില്ല. പഴയ തവികൾ വിൽക്കാനിരിക്കുന്നത് പുതിയ ആളാണ്. പുതിയ മൊബൈലൊക്കെ പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതെന്താണ്? ചട്ടുകം അല്ലേ? ഈ സൈസ് ചട്ടുകം നമ്മുടെ ഇരുമ്പ് ചട്ടുകമൊന്നുമല്ല. ഇത് സ്ട്രോങ് ആയിട്ട് ചട്ടുകമാണ്. എന്താ ചെറിയ തവികൾ. ഇതെന്താണ്? പങ്കായോ? നയമ്പ എന്ന് പറഞ്ഞാൽ ഇച്ചിരി വലിയൊരു ഉരുളി പോലുള്ള സാധനത്തിനകത്തൊക്കെ ഉപയോഗിക്കാം. ഇച്ചിരി വലിയ കുത്തി ഇളക്കാനുള്ള സാധനങ്ങൾ. ഇതെല്ലാം പ്രകൃതി എന്നുള്ള സംഭവങ്ങളാണ്. കൃത്യമായിട്ടൊന്നും ഉള്ളിൽ കെമിക്കലില്ല. അതിൻ്റെ കൂടെ ആറന്മുള പള്ളിയോടെ ഉണ്ട്. ഇത് കരകൗശലമാണല്ലോ. ചിരട്ട കൊണ്ടുള്ള ഇതെന്താ കപ്പായിട്ട് ഉപയോഗിക്കാം? ബൗള് കറിയൊക്കെ എടുക്കാം. ഓ അത് ശരി തന്നെ. പിന്നെ അത് ഐസ്ക്രീമൊക്കെ കഴിക്കാം. ബൗളായിട്ട് ഉപയോഗിക്കാം ചിരട്ട. പിന്നെ അത് ഒരു കുഴപ്പമില്ല. നീറ്റാക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. കഴുകി ഉപയോഗിക്കാം. എത്ര നാൾ വേണേലും ഉപയോഗിക്കാം. നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഉണ്ട്. വീട്ടിൽ നിന്ന് ഇതെല്ലാം കാണാൻ പറ്റുമോ? ദേശീയ സരസ്മേള കൊച്ചിയിൽ നടക്കുന്നു. വന്ന് കാണും. ഇതൊക്കെ ഇത് നമ്മുടെ ചന്ദനം അരയ്ക്കുന്നല്ലേ? അങ്ങനെ ഇതങ്ങനെ പറ്റും? ഓ അങ്ങനെ. അത് ശരി. ഇങ്ങനെ വെച്ചിട്ട് അടച്ചു കഴിയുമ്പോൾ അതിനകത്തൂടെ വെള്ളം ഊറി പോകും. പണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ടുന്നൊരു സാധനമാണ് ഈ അടച്ചിടൽ. ആണുങ്ങൾ ചോറ് ഒടിക്കാറുണ്ടല്ലോ പലപ്പോഴും. ബാച്ചിലേഴ്സായിട്ടൊക്കെ താമസിക്കുന്നത് അടച്ചിടുന്ന വലിയ പാടാണ്. നമ്മളതിന് ക്ലിപ്പൊക്കെ കൊടുത്ത് അതുപോലെ പരിപാടികളൊക്കെ ചെയ്തിട്ടാണ്. ഇത് പണ്ടത്തെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നതാണ്. ഇത് അടപ്പ് പോലെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് രണ്ട് സൈഡിലും പിടിക്കാനുള്ള സംഭവമായി. ഈ ഗ്യാപ്പിലൂടെ കഞ്ഞിവെള്ളം ഒഴുകിയങ്ങ് പോകും. ചോറ് നല്ല ക്ലീനാകും. ഇതൊക്കെയാണ് പഴയ ടെക്നോളജികൾ. നമ്മൾ പലതും കളഞ്ഞു. എന്നിട്ട് പുതിയ ടെക്നോളജിയുടെ പറയുന്ന പോവുകയാണ്. അത് അഞ്ഞ് നമ്മൾ പുതിയ ടെക്നോളജിയും പഴയ ടെക്നോളജിയും തമ്മിൽ അടച്ചു പറ്റി. അതാണ് ഇപ്പോൾ കണ്ടു. എനിക്കറിയാം. ഇപ്പം ഈ നമ്മൾ ബാച്ചിലേഴ്സേ താമസിക്കുമ്പോൾ അവർക്ക് ഏറ്റവും വലിയ പാട് അടച്ചിടലാണ്. അപ്പോൾ ഇത് അതെ ഇപ്പോൾ ഏറ്റവും നല്ല സാധനം ഇത്. വാ നമുക്ക് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോവാം. ഈ വനവിഭവങ്ങളെന്ന് പറയുമ്പോൾ കല്ലൂർ വഞ്ചി എന്താണ്? കല്ലൂർ വഞ്ചി മൂത്ര സംബന്ധമായിട്ട് ബ്രിട്ടീഷാണ്. മൂത്രത്തിക്കല്ല്, മൂത്രപ്പതക്കില്, ചൂച്ചില്, അങ്ങനെ മൂത്രമൊഴിക്കാൻ തടസ്സമുള്ള അങ്ങനെയുള്ള കാര്യം. മൂത്ര സംബന്ധമായ അസുഖങ്ങൾക്കെല്ലാം ഈ കല്ലൂർ വഞ്ചി ഇതാണ് പൊടിച്ചിനാണ്. അങ്ങനത്തെയാണ്. ഓ ഇത് വെള്ളം തിളപ്പിച്ച് കുടിക്കാം. മറ്റേ കരിങ്ങാലിപ്പൊടി പോലെ. ഓക്കെ ശരി. പിന്നെ ഇത് കൊളസ്ട്രോളിന് പൊൻകരണ്ടിയോ? പൊൻകരണ്ടി. ഇത് ഈ പൊൻ കളറാണ്. ഇതിന്റെ നമുക്ക് പ്രതിരോധ ശക്തി ഉണ്ടാകുന്നത്. മനസ്സിലുണ്ടാകുന്ന ഒരു ചെടിയുടെ വേരാണ്. അയ്യപ്പന്മാർ മാത്രം മേടിക്കുന്നതാണ്. കാരണം ഇത് വെളിയിലോട്ട് ആദിവാസികൾ കൊണ്ടുവരികയാണ്. ഈ ഷുഗറും കൊളസ്ട്രോളിനെയും കൺട്രോൾ ചെയ്യാനുള്ളതാണ് അല്ലേ ഈ സാധനം? നല്ലൊരു ശരീരത്തിന് നല്ലൊരു എനർജി ലഭിക്കും. ഈ ഒത്തിരി കെമിക്കലും ഇൻസുലിന് നല്ലൊരു ഗുളികയൊക്കെ ഒത്തിരി കഴിക്കുന്നവരുണ്ടല്ലോ. അതിൻ്റെയൊക്കെ അതിനൊക്കെ നല്ലൊരു ഇത് കിട്ടും. നല്ലൊരു ഇതും വെള്ളം കാച്ചി കുടിക്കുക, വെള്ളം തിളപ്പിച്ച് കുടിക്കുക. ഇത് രണ്ടും കൂടാണ് മിക്ക പ്രായമുള്ളവർക്കും കൊടുക്കുന്നത്. രണ്ടും കൂടി ചിരിച്ചേച്ച് വെള്ളം തിളപ്പിച്ചാൽ കുടിച്ചാൽ മതി. ഡെയിലി കുടിച്ചാൽ എന്തായാലും ദോഷം വരത്തില്ല. ഒരു ദോഷവും വരില്ല. യാതൊരു സൈഡ് എഫക്റ്റും കെമിക്കലോ യാതൊന്നും. മരത്തിന്റെ പേര് മാത്രമേ. നമ്മൾ എവിടെ നിന്ന് വരുന്നത്? പത്തനംതിട്ട തന്നെ. അവിടെ മറ്റേ ആദിവാസി മേഖല ഉണ്ടല്ലോ. അവര് കാട്ടുന്നുകൊണ്ടുവരുന്നതിനാ ശുദ്ധീകരിച്ചതൊന്നുമല്ല. കെമിക്കൽ ചേർത്തോ യാതൊന്നുമല്ല. അവർ കൊണ്ടുവരുന്നത് നമ്മൾ പിഴിഞ്ഞ തോട്ടിനകത്ത് അരിച്ച് എടുക്കുന്നത്. അവർ കാട്ടുന്ന കൊണ്ടുവരുന്നത് നമ്മൾ അരിച്ചെടുക്കും. അതിനകത്ത് അഴുക്കാൻ കാണുമായിരിക്കും അല്ലേ? കാണുന്നു നമ്മൾ കാട്ടുന്നത്. 1500 രൂപ.
ഇത് ചെറുതനാണ്. നല്ല തേനാണ് അവിടെ കിടക്കുന്നത്. ഇതെല്ലാം ചെറുതനാണ്. അതെ, ഇത് 700 രൂപ. ചെറിയ ഡപ്പി അല്ലേ? അപ്പം ഇത്തരം ചെറുതുണ്ട്. അത് മനസ്സിലായി. ഇത്തരം സാധനങ്ങൾ കുടംപുളി അത് കൊടുമ്പുളി. ഇത് കുടംപുളി പോലുള്ള സാധനങ്ങൾ ഇതെല്ലാം ഇവിടെ നമുക്ക് വിശ്വസിച്ച് വാങ്ങിച്ചെടുത്തോണ്ട് പോവാം. അല്ല, വിശ്വസിച്ച് വാങ്ങിച്ചെടുത്തോണ്ട് പോവാം. അതാണ് ഇവിടെ ഈ ഇത്തരം മേളകളുടെ തന്നെ പ്രത്യേകത തന്നെ അത് തന്നെയാണ്. എൻ്റെ സമയത്ത് എല്ലാത്തിനും നല്ല ഫ്രഷായ സാധനമാണ് കൊണ്ടുവരുന്നത്. ഇത് കുടുംബശ്രീ ഉൽപ്പന്നമായതുകൊണ്ട് യാതൊരു കാരണവശാലും അല്ലാത്തതല്ല. ഇത് അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത്. അതുപോലെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ആണെങ്കിൽ സ്വന്തമായിട്ട് അവർ കഴുകി ഉണക്കി അത് സത്യം. അത് കാരണം ഒരാൾക്ക് ഒരു ഇത് പറ്റി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്റ്റാൾ കിട്ടത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ തേൻ തരും എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് സ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് സ്റ്റാൾ കിട്ടത്തില്ല. അതിനകത്ത് മായം നമ്മൾ സർക്കാർ ഇത് ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ. ഇത് നമ്മൾ അളവ് കൊടുക്കണം, ഇതിൻ്റെ ക്വാളിറ്റി കൊടുക്കണം. ഇതെല്ലാം കൊണ്ട് സർക്കാർ തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇതിനകത്ത് കിട്ടും. നമുക്ക് ഇതുപോലെ എല്ലാ സ്റ്റാളുകളിലും പോകാറുണ്ടല്ലേ? ഒരുപാട് ഇവിടെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഇവിടെ കിട്ടിയുള്ളൂ. കേരളത്തില് പത്തനംതിട്ട ജില്ലയിലെ എനിക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പം ഇത്തരം സാധനങ്ങളൊക്കെ നമ്മൾ നാട്ടുകാർ അറിയണമെന്ന്. ഇങ്ങനെയുള്ള കല്ലൂർ വഞ്ചിയും ഈ പൊൻകരണ്ടി എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട്. അല്ലാതെ അവിടെ കിട്ടുന്ന മരുന്നുകൾ മാത്രമല്ല, ക്ലോപ്പിറ്റാവ് A75 ഫിലാക്കാർ ഒന്നും മാത്രമല്ല, ഒരുപാട് ഗുളികകളെല്ലാം സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഔഷധങ്ങളാണ്. നമ്മൾ ഗുളിക കഴിക്കുക ഇൻസുലിനൊക്കെ എടുക്കുന്നവരുടെയൊക്കെ ശരീരത്തിൽ ഒരുപാട് ഇത് കെമിക്കൽ ചെയ്യുന്നുണ്ട്. അതിനെല്ലാം പ്രതിരോധിക്കാനുള്ള ഒരു ശക്തി ഇതിനുണ്ട്. അത് ഇതിനകത്ത് പൊൻകണ്ടി പറയും, പൊൻ കളർ കണ്ടു നമുക്ക് പ്രതിരോധം ഉണ്ടാകുന്നത്. ശരുവനെ ചെന്ന് അയ്യപ്പന്മാർ മാത്രം കൊണ്ടുപോകുന്നു പറയുന്നത്. ഇതിപ്പോൾ ഇതിന്റെ ഗുണം മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് ജില്ലാ കളക്ടർ വിദ്യാഭ്യാസ അതിന്റെ സംരംഭം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അത് തന്നെ ഇത് കൊണ്ടുപോകുന്ന സാറിന് അത് ഗുണമാണ്. വരും സാർ അടുത്ത ആളിനോട് പറയാം. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഓർമ്മയുണ്ട്. ഇപ്പോൾ സാറ് വാട്സപ്പിൽ എനിക്ക് നമ്പർ അയച്ചു തരുമ്പോൾ ഞാൻ അത് ഒരു അയച്ചു കൊടുക്കുന്നു. എങ്ങനെയായാലും 300 രൂപ ഡെയിലി എനിക്ക് വരുമാനം. കാർഡുണ്ട് ഇവിടുത്തെ ഒരു കാർഡിങ്ങാ? അല്ല, ഇതിന്റെ ഒരു സ്റ്റിക്കറിങ് ഇതാ, ഞാൻ വിളിക്കാമല്ലോ. നമുക്ക് ഇപ്പം പറ്റിയില്ലെങ്കിലും ഇതിൻ്റെ ഇടയിൽ നമുക്ക് ബന്ധപ്പെടാമല്ലോ. ഒരു സ്റ്റിക്കറിങ് നെറ്റിയിൽ ഒട്ടിച്ചോണ്ട് നടക്കാം. ഞാൻ പോകുന്നവരെല്ലാം കാണട്ടെ. അതന്നെ സാർ മതി. താങ്ക് യു. ഇത് മതി. യൂട്യൂബിൽ ഇടാനാണ് കാണട്ടെ 10 പേര്. അല്ല, ഇഞ്ച പിന്നെ ഇപ്പം ആരും അങ്ങനെ ഉപയോഗമൊന്നുമില്ല. എല്ലാവരും സോപ്പ് വാങ്ങിച്ചല്ലേ ഉപയോഗിക്കുള്ളൂ. പണ്ട് കുളിക്കാൻ ഇഞ്ച തേച്ച് കുളിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഞങ്ങളൊക്കെ ഇഞ്ച തേച്ച് കുളിച്ചിട്ടാണ് വളർന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ശരീരത്ത് പണ്ട് ചൊറിയൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഈ ഇഞ്ചയൊക്കെ തേച്ച് ഒരു ഉരപ്പുണ്ട്. ഇഞ്ച ഇപ്പോഴത്തെ ഈ സ്ക്രബുകൾക്ക് മുമ്പ് ബോഡിയിൽ ഉപയോഗിക്കുന്ന സ്ക്രബുകൾക്ക് മുമ്പുള്ള സാധനമായിരുന്നു ഈ ഇഞ്ച. വളരെ ശുദ്ധമായിട്ട് ശരീരത്തിൽ സ്കിന്നിന് ഒരു അസുഖവും ഇല്ലാതെ നല്ല മിനുസത്തോടു കൂടി ശരീരം ഇരിക്കുകയും ചെയ്യും. അസുഖം വരുത്തുമില്ല. ഒരു ശകലിട്ട ഈച്ച മീൻ്റെ കൊതുക് എല്ലാത്തിനും നല്ലതാണ്. ഇത് പൈമരത്തിൽ കറയായി. ഓ, അതാണ്. ഇത് പൊടിച്ച് വെറുതെ ഇട്ടാൽ മതി. പോയിക്കണം. അതൊരു ശകലിട്ട് നല്ല മണമാണ്. മണം നമ്മളെ മുറിക്കകത്തിരിക്കും. നമ്മുടെ കോവിഡ് സമയത്ത് ഇതാണ് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിച്ചോണ്ടിരുന്നല്ലേ? അങ്ങനെയാണ് നമുക്കിതൊരു നല്ല ഗുണമാണെന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ ഇതെല്ലാം നല്ല സാധനങ്ങളാണ്. കാണുന്നവരെല്ലാം ഇത് മറ്റൊന്ന് നോക്കി മനസ്സിലാക്കുക. ഞങ്ങൾ ഒന്ന് പോയിട്ട് തിരിച്ചു വരാം. മുള ലൈറ്റുകളാണല്ലേ ഇത്? മുളയല്ലേ? നല്ല വീതിയുള്ള മുളയാണ്. എല്ലാം നിങ്ങൾ എവിടെ നിന്നുണ്ടാ? ഇതെവിടെയാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് എവിടെ? ഓ, നെടുമങ്ങാടാണ് കേന്ദ്രം. കപ്പുകളൊക്കെ ഉണ്ട്. ബിയർ കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന വലിയ കപ്പാണല്ലോ. വീശാനും ഉപയോഗിക്കാം. ഇതിനിടയ്ക്ക് ഇന്ന് വീശുകയും ചെയ്യാം. വീശാന്ന് ഉദ്ദേശിക്കുമ്പോൾ സ്മാളല്ല, കാറ്റ് വിശറിയുടെ വീശലാണ്. ഇത് നമ്മുടെ സരസ്മേളയിൽ കാണുന്ന മറ്റേ ഐറ്റംസാണ്. ഇത് നല്ല രസകരമായിട്ടുള്ള ലൈറ്റൊക്കെയാണ്. നമ്മുടെ വീടൊക്കെ അലങ്കരിക്കാൻ കൊള്ളാം. സരസ്മേളയിൽ വന്നാൽ ഇതൊക്കെ കാണാം, കേൾക്കാം. വരൂ. ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഇതാവും
കുറേ പിക്കിൾസ് ഐറ്റംസ്. ഇവിടെ പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും പറയാനില്ല. കുറേ വയനാടിൻ്റെ കുറച്ച് ബ്യൂട്ടി ആയിട്ടുള്ള മ്യൂറൽ പെയിൻറ്റിൻ്റെ ഒരു സാധനങ്ങളുണ്ട് വയനാടിൻ്റെ. സുഗന്ധ ഗാന്ധിഗ്രാമം വയനാട്, ഗാന്ധിഗ്രാമം വയനാട് സുഗന്ധ. ഈ പിന്നെ സുഗന്ധവ്യഞ്ജന പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന സ്റ്റാളാണ് നാട്ടിൽ. സ്ഥിരം ഇതുപോലെ ഇതിന് പോകുന്നതാണ്. ഈ ഗാന്ധിഗ്രാമം വയനാടെന്ന് പറയുന്നത് വണ്ടികളെ കാണുമല്ലോ നമ്മൾ. ഇതൊരു വ്യക്തിയുടെയാണോ അതോ? ഇപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മുടെ പ്രത്യേകിച്ചും ആളുകൾ അറിയാൻ വേണ്ടുന്ന പ്രോഡക്റ്റ് എന്താണുള്ളത്? ഹൈലൈറ്റ് ചെയ്യുന്ന സാധനം ഇപ്പം മുളയരി കൊണ്ട് ഉണ്ടാക്കിയ പല ഫ്ലേവർ ബിസ്ക്കറ്റ് ഉണ്ട്. പല ഫ്ലേവർ, ചക്കേൻ്റെ ഫ്ലേവർ, ഓരോരുത്തർക്കും ഓരോ ഫ്ലേവറായി ബിസ്ക്കറ്റാണ്. ബിസ്ക്കറ്റ് മുളയരി കൊണ്ട് ഉണ്ടാക്കിയ ചക്ക വിത്ത് കുരുമുളക്, അതുപോലെ തന്നെ ഇഞ്ചി, കാന്താരി, കറിവേപ്പില, അങ്ങനെയുള്ള കണ്ടന്റ് ചേർത്തുള്ള കുരുമുളക് ബിസ്ക്കറ്റ്. ഇതൊരു മുളയരി കൊണ്ടുള്ള ബിസ്ക്കറ്റാണെന്ന് തോന്നുന്നത്. ഫൈബർ കണ്ടന്റ് കൂടുതലാണ് അല്ലേ? 36 കൊല്ലത്തിൽ ഒരിക്കലേ മുളയിൽ ലഭിക്കുള്ളൂ. 36 വർഷത്തിൽ ഒരിക്കൽ ലഭിക്കുന്ന അരിയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഉൽപ്പന്നമാണ്. അന്ന് സൂക്ഷിച്ച് വെച്ചോണം. അതെ, 36 വർഷത്തിൽ ഒരു മുള 36 വർഷത്തിലേ പൂക്കുള്ളൂ. അത് പൂത്താൽ ആ മുള 36 ദിവസത്തിനുള്ളിൽ നശിച്ചു പോവുകയും ചെയ്യും. അതെ, അതിനുള്ളിൽ അരി എടുക്കണം. എടുത്തില്ലെങ്കിൽ അരി കുത്തിപ്പോകും. ഈ ബിസ്ക്കറ്റ് എത്ര നാളോളം ഇരിക്കുമോ? 6 മാസം. അതായത് ബിസ്ക്കറ്റ് ഫുഡ് സപ്ലിമെന്റ് ചേർക്കുമ്പോൾ അതിൻ്റെതായ ഒരു പ്രയാസമുണ്ടോ. ഇത് നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇപ്പോൾ അതാണ്, ബിസ്ക്കറ്റാണ്. പിന്നെ കാട്ടുവെളുത്തുള്ളി ഉണ്ട്, അതുപോലെ നമ്മളെ മരുന്ന് ഐറ്റംസ് ഉണ്ട്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഇതൊക്കെ ഒരു ഷുഗർ പേഷ്യൻ്റ് നമ്മൾ കൊടുക്കണം. കാരണം അതിൻ്റെ സംവിധാനം ഞാൻ കാണിച്ചു തരാം. നിങ്ങളെ മുന്നിൽ നിന്നാണ് ഓപ്പൺ ആക്കുന്നത്. ഇത് രണ്ടല്ല നിങ്ങൾ ചവച്ച് കഴിച്ചോളൂ. ചവച്ചോളൂ. 2 മിനിറ്റ് കൊണ്ട് നിങ്ങളിൽ തന്നെ വ്യത്യാസം വരും. അല്ലേ? ഇതെന്തിനുള്ള? ഈ ഷുഗറില്ല. വളരെ മൈന്യൂട്ടായിട്ട് വെള്ളം കുടിച്ചോ, വളരെ മൈന്യൂട്ടായിട്ട്, വേറൊന്നും ചേർത്തില്ല, ശുദ്ധമായ വെച്ചോളൂ. ശരി, ഇറങ്ങിപ്പോയില്ലേ? ഇത് ഹണിയാണ്, വയനാടിൻ്റെ ഹണി. ഉള്ളത് കാണിക്കും, കഴിച്ചോളൂ. എന്താ ഇപ്പം കഴിച്ച സാധനം? എന്താ മധുരമുണ്ടോ? നല്ല മധുരമുണ്ടോ? അങ്ങനെ ഒരു അധിക മധുരം ഒന്നും പറയാനില്ല. അതിമധുരമുള്ള സാധനം. ഇനി ഇത് കുറച്ചുകൂടി കഴിച്ച ഇപ്പം മധുരമുണ്ടോ? ഇപ്പം മധുരം ഫീൽ ചെയ്യുന്നുണ്ട്. നേരത്തെ മധുരം കുറയും അല്ലേ? നിങ്ങളുടെ ബോഡിയിൽ ഷുഗർ പേഷ്യൻ്റ് ആണ് എങ്കിൽ ഒന്നും അറിയില്ല. എനിക്ക് ഷുഗറില്ല. അല്ല, അതാ ഷുഗർ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വളരെ മൈന്യൂട്ടായിട്ടാണെങ്കിലും മധുരം അറിഞ്ഞത്. വേറെ ഒന്നുമല്ല, 2 ഇല നമ്മൾ കഴിക്കുമ്പോഴും നമുക്ക് വന്ന മാറ്റമാണ് മനസ്സിലായത്. അത് നിങ്ങൾ കഴിച്ചാൽ മൈന്യൂട്ടായിട്ടല്ല, 2 ഇലയല്ലേ കഴിച്ചുള്ളൂ. ഇത് ഈ സാധനം കഴിക്കുക. 7 ദിവസം കഴിക്കുക. 7 ദിവസം കൊണ്ട് എത്ര ഹൈ ഷുഗർ ആണെങ്കിലും ഷുഗർ നമുക്ക് നോർമലാക്കാൻ കഴിയും. അപ്പോൾ അത് അങ്ങനെ കൊടുക്കും. പിന്നെ വെരിക്കോസിൻ്റെ മരുന്ന്, മുടികൊഴിച്ചിലിൻ്റെ മരുന്ന്, താരൻ്റെ മരുന്ന്, പാലുണ്ണയുടെ മരുന്ന്, വലിയാനുള്ള മരുന്ന്, തടിക്കാനുള്ള മരുന്ന്, എല്ലാം ഹെൽത്തി പ്രോഡക്റ്റാണ്. ഒരു കാർഡ് വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് കിട്ടുന്ന ഇത്തരം അറിവുകളാണ്. ഇങ്ങനെയുള്ള നമ്മുടെ പ്രകൃതിയിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നൊക്കെയുള്ള അറിവുകളാണ് നമുക്ക് ഇവിടെ നിന്ന് പ്രധാനമായിട്ടും കിട്ടുന്നത്. അതുകൊണ്ട് ഇത്തരം അറിവുകൾക്ക് വേണ്ടിയിട്ട് എങ്കിലും നിങ്ങൾ സരസ് മേളയിൽ വരിക. ഇവിടെ വട്ടിയുടെ ഒരു സംഭവങ്ങളുണ്ട്. ഇന്ന് നമുക്ക് ഇതും കൂടെ കൊണ്ട് അവസാനിപ്പിക്കാം. വട്ടികൾ, ഇത് ലൈറ്റ് ഷെയ്ഡ് അല്ലേ? ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ? അവിടെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എന്ത് തടുക്കോ? തടുക്ക്. പണ്ട് തടുക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ സോഫയും ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ തടുക്കെന്ന് പറഞ്ഞിട്ട് സാധനം ഇട്ടാണ് ഇരുന്നോണ്ടിരുന്നത് പണ്ട്. അത് ഇരിക്കാം. ഇതോ? അത് പട്ടി ഉണ്ടാക്കുക അല്ലേ? ഇത് എവിടെ നിന്നാണ് വരുന്നത്? തിരുവനന്തപുരമാണ്. വെള്ളനാട്. ശരി. നമ്മുടെ യാത്ര കഴിഞ്ഞ് എവിടെ എത്താനുള്ള സ്ഥലങ്ങളിലൊന്നാണ് ഈ വെള്ളനാട്. അപ്പോൾ ഒരുപാട് പേര് ഇതുപോലെ വന്ന് കാണുകയും കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എടുത്തോണ്ട് പോകും, കാശ് കൊടുക്കണ്ട. എല്ലാവരും വന്നത് തൊട്ടൊക്കെ നോക്കിയിട്ടൊക്കെ പോവാണ്. ഇത് വാങ്ങിച്ച് നോക്കാതെ. ഇത് പൂക്കൂടെ അല്ലേ? പൂക്കൂട.
ചെറിയ പൂക്കട കൊച്ചു കുഞ്ഞാട്ടികൾക്കൊക്കെ പറ്റുന്ന സാധനമാണ് കൊച്ചുമക്കൾക്ക്. അപ്പം ഇതുപോലെ എല്ലാ മേളകളിലും പോകും. അതുപോലെ നമ്മളിപ്പോൾ ആധുനിക യുഗത്തിൽ ജീവിക്കുകയാണ്. പുതിയ പുതിയ കാര്യങ്ങൾ മാത്രമേ നമുക്ക് കാണാനുള്ളൂ, ഇറക്കുമതി ചെയ്ത ഐറ്റംസേ കാണാനുള്ളൂ. പക്ഷേ നമ്മൾ കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇതുപോലെ ഈറയും മുളയും തടിയും പിന്നെ വേരുകളും ഒക്കെ കൊണ്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാവട്ടെ, ഭക്ഷണ പദാർത്ഥങ്ങളാവട്ടെ, ഇതെല്ലാം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇത്തരം മേളകൾ നമുക്ക് കാണാൻ കഴിയും. ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന കുടുംബശ്രീ സരസ് മേള, അതിനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാവരും വരണം, കാണണം, ഇതൊക്കെ അനുഭവിച്ചറിയണം. പുതിയ അറിവുകളാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. നമുക്ക് നാളെ വീണ്ടും കാണാം.